കണ്ടിട്ട് അടിപൊളിയാണ്, സൂപ്പറാണ്. തൃശ്ശൂർ പൂരവുമായി ഏകദേശ സാമ്യം ഇതിനും തോന്നിയിട്ടുണ്ട്. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്സവമായ കൊല്ലം പൂരം നടക്കുകയാണ്. ആശ്രാമ മൈതാനത്താണ് ഈ കൊല്ലം പൂരം നടക്കുന്നത്. ഇഷ്ടംപോലെ ജനങ്ങൾ, 4 ചുറ്റുമുണ്ട്. ഇഷ്ടംപോലെ ജനപ്രവാഹമാണ് ഈ ഗ്രൗണ്ട് മൊത്തവും. നമുക്ക് ഇവിടുത്തെ ഓരോ ആൾക്കാരോടും ഈ പൂരവിശേഷങ്ങളെക്കുറിച്ച് നമുക്ക് അന്വേഷിച്ചറിയാം, നമുക്ക് ചോദിക്കാം. ഓരോരുത്തരെയും വിളിച്ച് നമുക്ക് ആ പൂരത്തെക്കുറിച്ച് സംസാരിക്കാം. എല്ലാ പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യം കണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നല്ലതാണ് ഇത്തവണ. ആള് കൂടുതലുണ്ടോ? ആന കൂടുതലുണ്ടോ? ആന കൂടുതലുണ്ടോ? വളരെ മനോഹരമായി തന്നെ സംഘടിപ്പിക്കാൻ അവരെ കൊണ്ട് സാധിച്ചു. പിന്നെ ആനയുടെ എണ്ണത്തിലൊരു കുറവ് വന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം 15 ആന ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം 2 സൈഡിലും 11 ആന വീതം ഉണ്ടായിരുന്നു. എല്ലാ വർഷവും ഇവിടെ പൂരം കാണാൻ വരാറ് 15 ആന വീതം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം 11 ആന. എത്രാമത് കൊല്ലമാണ് ഈ പരിപാടി പൂരം കാണാൻ വരുന്നത്? ഇവിടെ അടുത്താണ് വീട്. ആളിനൊരു കുറവില്ല. കഴിഞ്ഞ വർഷത്തേക്കാൾ ആൾ കൂടുതലേ ഉള്ളൂ. ഓരോ എൻ്റെ വീട് ഇവിടെ തന്നെ, കൊല്ലത്ത് തന്നെ. ഞാൻ ഇവിടെ തൊട്ടടുത്ത് തന്നെ താമസിക്കും. ആൾ കൂടുതലാണ്. എല്ലാ വർഷത്തേക്കാളും ആൾ കൂടുതലാണ്. പിന്നെ കാലാവസ്ഥയൊക്കെ അനുകൂലമായിരുന്നു. വളരെ മനോഹരമായിട്ട് തന്നെ സംഘടിപ്പിക്കാൻ അവരെ കൊണ്ട് എന്തായാലും വളരെയധികം സന്തോഷം. ആൾക്കാർക്ക് ഒത്തുകൂടാനും സന്തോഷം പങ്കുവയ്ക്കാനുള്ള ഒരു അവസരമായിരുന്നു കൊല്ലം പൂരം എന്ന് വെച്ചാൽ നമ്മളൊരു 7 വർഷത്തോടെ വരുന്നത് കൊല്ലം പൂരത്തിൽ. നമ്മൾ അടുത്തന്നെ താമസിക്കുന്നത്. ഈ തവണ ആന കുറവാണ്, മേളം കുറവാണ്, ജനങ്ങൾ കൂടുതല, ഓഡിയൻസ് ഉണ്ട്. അതുപോലെ വെടിക്കെട്ടില്ല. വെടിക്കെട്ടിന്റെ കുറച്ചുകൂടെ ആള് കണ്ടേനെ. വെടിക്കെട്ട് നല്ല അന്തരീക്ഷം, നല്ല ക്ലൈമറ്റ് ഒക്കെയാണ്. കൊല്ലം പൂരം വെച്ചാൽ നമ്മളെ കൊല്ലത്തെ ജനങ്ങളെല്ലാം ഇട്ടിട്ട് നടന്നില്ല. കൊല്ലം പൂരം മെയിൻ ഉത്സവമാണ് കൊല്ലം പൂരം വെച്ചത്. ഇതോട് തീരെ ഓക്കെ. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ നേഴ്സിംഗ് പഠിക്കുകയാണ്. 3 കൊല്ലമായിട്ട് ഞാൻ ഇതുവരെ കൊല്ലംപൂരം കണ്ടിട്ടില്ല. ഈ വർഷം ഇതിപ്പോൾ 4ാമത്തെ വർഷമാണ്. ഇപ്പോഴാണ് കൊല്ലംപൂരം കാണുന്നത്. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ കുടമാറ്റം എല്ലാം സൂപ്പറാണ്. ആദ്യമായിട്ടാണ് കൊല്ലംപൂരം കാണുന്നത്? ഇതിപ്പോൾ വന്നിട്ട് 4ാമത്തെ വർഷം. ഇപ്പോഴാണ് ഞങ്ങൾ കൊല്ലംപൂരം കാണുന്നത് ആദ്യമായിട്ട്. കണ്ടിട്ട് അടിപൊളിയാണ്, സൂപ്പറാണ്. നല്ല സ്ഥലമല്ലേ? നല്ല സ്ഥലമാണ്, നല്ല സ്ഥലം. നമ്മൾ കൊല്ലത്ത് തന്നെയുള്ള ആൾക്കാരല്ലേ, എല്ലാ വർഷവും പൂരം വരാറുണ്ട്. ഇത്തവണത്തെ പൂരം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടി ഗംഭീരമാണോ? പൂരം ഗംഭീരം തന്നെയാണ്. പക്ഷേ തിരക്ക് കഴിഞ്ഞ വർഷത്തെ കുറവായിട്ടാണ് കാണപ്പെടുന്നത്. കഴിഞ്ഞ വർഷം നമുക്ക് ഇതിൽ കൂടെ ഇടയ്ക്കൂടെ നടന്നു പോകാൻ പറ്റത്തില്ലായിരുന്നു, അത്രയ്ക്ക് തിരക്കായിരുന്നു. ജനങ്ങൾ കുറവാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. അന്തരീക്ഷം ചൂട് കൂടുതലായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആളുകളൊക്കെ കുറവായിരുന്നു. കൊല്ലം പൂരവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ തൃശ്ശൂർ പൂരത്തിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് കൊല്ലം പൂരവും നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ കൊല്ലം പൂരം കാണുന്നത്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ പൂരവുമായി ഏകദേശ സാമ്യം ഇതിനും തോന്നിയിട്ടുണ്ട്. ഈ കൊല്ലം നിവാസികളുടെ തന്നെ വളരെ വലിയൊരു ഒത്തുചേരലായിട്ടാണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ നല്ല രീതിയിൽ കൊല്ലം പൂരവും ഇതുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളും എല്ലാം കൊണ്ടുപോകാനായിട്ട് കൊല്ലം സിറ്റി പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും വളരെ നല്ല രീതിയിൽ തന്നെ ഈ കൊല്ലം പൂരം നടത്തുവാൻ സാധിച്ചിട്ടുള്ളതാണ്. ഇത്തവണത്തെ പൂരത്തിനെ കുറിച്ച് എന്തോ അഭിപ്രായം? ആൾക്കാർ കൂടുതലാണ്. ആന കുറവാണല്ലേ? ആന അതിലെ നിയന്ത്രണത്തിൽ ആന ചില മതപ്പാടും ചൂട്, അമിത ചൂട് കാരണം കൊണ്ടായിരിക്കാം. ചിലപ്പോൾ 11, 22 എണ്ണമല്ലോ. എത്ര മണിക്ക് തുടങ്ങി ഇവിടെ പൂരം? ഇത് ഇന്ന് ഞാൻ തുടക്കത്തിൽ വന്നില്ല, ഓഫീസിൽ വരാൻ താമസിച്ചു. ഞാൻ കൊട്ടാരക്കര. ഓക്കെ, താങ്ക്സ്. ഇത്തവണത്തെ തിരക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? തിരക്ക് അപാര തിരക്കല്ലേ, ഒരുപാട് തിരക്കാണ്. ഇത്തവണ കൂടുതലാന്ന് തോന്നുന്നു. നല്ല അന്തരീക്ഷമായിരുന്നു. മഴയായിരുന്നെങ്കിൽ പണിയും കിട്ടിയല്ല. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ നടന്നു, സുഭിക്ഷമായിട്ട് നടന്നു. ഇപ്പോഴത്തെ ഈ പൂരം കഴിഞ്ഞോ? പൂരം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്നത്തെ ഈ ഉത്സവം സമാപിക്കുമോ? ഇതോടുകൂടി സമാപനം. നമ്മൾ കൂടെ ഉള്ളതല്ല, ഞാൻ തിരുവനന്തപുരത്തുള്ളതാണ്. ഇത് കാണാൻ വേണ്ടി വന്നത്. എങ്ങനെയുണ്ട്? കണ്ടിട്ട് കൊള്ളാം, വളരെ മനോഹരമായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അടുത്ത വർഷം ഇതിനേക്കാൾ നല്ല ആയിക്കട്ടെ. കേരളത്തിന്റെ ഏറ്റവും തനതായ പരിപാടിയില്ലായിരുന്നു. അടിപൊളിയാണ്. പിന്നെ സെറ്റപ്പ് അല്ലേ ഇത്തവണത്തെ പൂരം വളരെ ആഘോഷിച്ചിട്ടുണ്ട്. സെറ്റപ്പ് വന്നിട്ടില്ല, ആദ്യത്തെ എക്സ്പീരിയൻസ്. എവിടെ വീട്? ഇവിടെ മൂന്നാകുറ്റി. പൂരം അങ്ങനെ കൊള്ളാമല്ലേ? നല്ല രസമുണ്ടല്ലേ? എല്ലാം തീർന്നില്ലേ? കഴിഞ്ഞോ? നമ്മുടെ സ്ഥലം ഇവിടെ കൊല്ലത്ത് തന്നെ. എല്ലാ പ്രാവശ്യം കാണാറുണ്ട്? പൂരം എല്ലാ വർഷവും കാണാറുണ്ട്? എല്ലാ വർഷവും കാണാറുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. കൊല്ലം പൂരം അടിപൊളിയാണ്, സൂപ്പറാണ്, വളരെ ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ സംഘാടകരൊക്കെ നല്ല ഭംഗിയായിട്ട് പ്രോഗ്രാം നല്ലോണം
ചെയ്തിട്ടുണ്ട്. ജനങ്ങൾ കൂടുതലുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ജനങ്ങൾ ഈ പ്രാവശ്യം കൂടുതലുണ്ടായിരുന്നു. കൂടുതലാണ്. വണ്ടി പാർക്ക് ചെയ്യാൻ പോലും ഇവിടെ സ്ഥലമില്ലായിരുന്നു. ഞാൻ താമസിക്കുക എൻ്റെ സ്ഥലം പെരുമൺ ദേശമാണ്. പെരുമൺ. ആനകൾ കുറവായിരുന്നില്ലേ? ആന കുറവായിരുന്നു. നല്ല അന്തരീക്ഷമായിരുന്നു. നല്ല അന്തരീക്ഷം, കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല പ്രോഗ്രാം അടിപൊളിയായിരുന്നു. Hello, my name is Lucy and this is I am Moe. so we come from Belgium and we arrived just 3 days ago and it's our first time in Kollam and the first time in the festival, so we really excited to see what's gonna happen and it's look really amazing and we can see the elephants over there already, so yeah, we really exciting.